നല്ല നാടൻ രീതിയിൽ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ്. ചക്കക്കുരും മാങ്ങയും കൂടി ഇട്ട് വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അതിനായിട്ട് മൺചട്ടിയിൽ ചക്കക്കുരു നമുക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ളത് എടുക്കാം. അത് ഇട്ട് കൊടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ളതാണ്. അത് ഇട്ട് കൊടുത്തിട്ട് 1 കപ്പ് വെള്ളവും മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ഇതിലേക്ക് ഒരു 4 5 പച്ചമുളക് എരിവിന് ആവശ്യമായിട്ട് ഉള്ളതാണ്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് നമുക്കിത് വേവിച്ചിട്ട് എടുക്കാം. ചക്കക്കുരു വെന്ത് കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ചക്കക്കുരു വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വെള്ളരിക്കായ എടുത്തിട്ടുണ്ട്. 1/2 കിലോ വെള്ളരിക്കായാണ് എടുത്തിട്ടുള്ളത്. അത് കുരുവൊക്കെ കളഞ്ഞിട്ട് നന്നായി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കണം. ഇതാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഒരു 3 മാങ്ങയോളം ഞാൻ എടുത്തിട്ടുണ്ട്, നുറുക്കിയെടുത്തേക്കാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയല്ല, നമ്മുടെ സാധാ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി നന്നായി ഒന്ന് യോജിച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിനി വേവിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഈ കഷ്ണങ്ങളെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഈ കഷ്ണങ്ങൾക്ക് വേവാനായിട്ടുള്ള ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് കഴിഞ്ഞാൽ നമ്മൾ കുക്കറിൽ 1/4 കപ്പോളം പരിപ്പ് വേവിച്ചിട്ടുണ്ടായിരുന്നു. ആ പരിപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴാണ് നല്ല കുറുകിയിട്ടുള്ള ഒരു കറി നമുക്ക് കിട്ടുക. നല്ല തിക്കായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ കിട്ടുക. ഇനി നമുക്കിതിലേക്ക് അരപ്പ് റെഡിയാക്കണം. അപ്പോൾ അരമുറി തേങ്ങ ഞാനിവിടെ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം വലിയ ജീരകം, ഒരു 3 4 ചുവന്നുള്ളി, ഇതെല്ലാം കൂടിയിട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അല്പം വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. അതിന് ശേഷം നമ്മുടെ ഈ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ ജാറിലേക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ അരപ്പ് മുഴുവനായിട്ട് തന്നെ നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കറി നല്ല തിക്കായിട്ടാണ് ഉള്ളത്. ഈ ഒരു കറി മാത്രം മതി ഒരു മാങ്ങാച്ചാറും കൂടി ഉണ്ടായാൽ അടിപൊളിയായിട്ടുള്ള ഊണ് നമുക്ക് കഴിക്കാം കേട്ടോ. ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ ഈ ഒരു കറി മാത്രം മതി. നല്ല പുളിയും എല്ലാം കൂടിയിട്ടുള്ള നല്ലൊരു കറിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ, തിളച്ച് മറിയരുത്, ജസ്റ്റ് ഒന്നൊരു തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതിലേക്കുള്ള താളിപ്പ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും വേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ താളിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിപ്പ് ഒഴിച്ചു കൊടുത്ത വശം പിന്നെ നമുക്ക് കറി മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ കടുകെല്ലാം പൊട്ടിയതിന് ശേഷം വറ്റൽമുളകും വേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ റെഡിയാക്കാനായിട്ട് പറ്റി. പിന്നെ ചക്കക്കുരു ഇപ്പോൾ കിട്ടുന്ന സീസണാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഷുവറാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യണേ.